കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് ഒരു പ്രത്യേകമായ സബ്ജക്റ്റാണ്. വ്യത്യസ്തരാവുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചതായ വിഷയം. വ്യത്യസ്തരാവുക. ഈ കാലയളവിൽ നമ്മുടെ ഒരു ടെൻഡൻസി വ്യത്യസ്തരാകാനല്ല, കൂടുതൽ എല്ലാവരോടും ചേർന്നിരിക്കുവാനും, അഥവാ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒത്തുതീർപ്പുകളാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത്. എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട്, ലോകക്കാരോട് ഒരു ഒത്തുതീർപ്പിന് പോകാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഒത്തുതീർപ്പുകളല്ല വേദപുസ്തകത്തിൻ്റെ, അല്ലെങ്കിൽ കോംപ്രമൈസ് അല്ല വേദപുസ്തകത്തിൻ്റെ തത്വം. വേദപുസ്തകത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് സെപ്പറേഷനാണ്, വേർപാടാണ്. ഒത്തുതീർപ്പല്ല, വേർപാടാണ്. അങ്ങനെ വേർപെട്ടവരായിരിക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നതായൊരു കാര്യമുണ്ട്. കർത്താവ് തന്നെ പറയുകയാണ്, പല സ്ഥലങ്ങളിലായിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഐ ഹാവ് ചോസൻ യു ഫ്രം ദിസ് വേൾഡ്. ഈ ലോകത്തിൽ നിന്ന്, നമ്മൾ ആരും ആകാശത്തുനിന്ന് പൊട്ടി വീണവരൊന്നും അല്ല. ഈ ലോകത്തിൽ നിന്ന് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരഞ്ഞെടുത്തത് നിങ്ങൾ വ്യത്യസ്തരാകുവാൻ വേണ്ടിയാണ്. നമ്മളെ ദൈവം ഈ ലോകത്തിലേക്ക് തന്നെ തിരിച്ചുവിടുകയാണ്. ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു, ലോകത്തിലേക്ക് നമ്മളെ തിരിച്ചുവിടുന്നു. പക്ഷേ ലോകക്കാരായിട്ടല്ല തിരിച്ചുവിടുന്നത്. നേരത്തെ നമ്മൾ ലോകക്കാരായിരുന്നു. ലോകത്തിൽ ലോകക്കാരോടൊപ്പം ലോകക്കാരായിട്ട് ജീവിച്ചു. അന്ന് നമുക്കും സന്തോഷമായിരുന്നു, ലോകത്തിനും സന്തോഷമായിരുന്നു. നമ്മൾ ലോകക്കാരായി ജീവിച്ചാൽ ലോകം നമ്മളെ സ്നേഹിക്കും. പക്ഷേ ലോകക്കാരായിരിക്കാതെ യേശുവിനോട് ചേർന്ന് ദൈവികമായി ജീവിക്കുവാൻ പരിശ്രമിച്ചാൽ ലോകം നമ്മളെ പകയ്ക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങളും ലൗകികരല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട്, നിങ്ങൾ വ്യത്യസ്തരായതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം നമ്മളെ പകയ്ക്കട്ടെ, പക്ഷേ അതിലുപരിയായി നമ്മൾ ലോകത്തോട് ചേർന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നവരുമാകരുത്. ലോകത്തിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരായിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു, ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. അതേപോലെ നമ്മുടെ തലമുറയിൽ ആ ദൈവികത പിന്തുടരാത്ത എല്ലാത്തിനോടും നമ്മൾ വ്യത്യസ്തരായിരിക്കണം. പഴയ നിയമത്തിലെ ദൈവം വിളിച്ച ദൈവികരായ ആളുകളുടെ പലരുടെ ചരിത്രം നമ്മൾ പഠിച്ചു. അവരെല്ലാം അവരുടെ തലമുറയിൽ വ്യത്യസ്തരായി ജീവിച്ചവരാണ്. ഹാബേലിൻ്റെയും കയീൻ്റെയും ചരിത്രം നമ്മൾ പഠിച്ചു. ഹാബേൽ കയീനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. കയീൻ്റെ വഴി പഠിക്കരുതെന്ന് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. കയീനെ പോലെ ആകരുത്. ഹാബേൽ കയീൻ്റെ അനുജനായിരുന്നു. ബന്ധമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ബന്ധമായിരുന്നു അവർ തമ്മിൽ. നല്ല ബന്ധം, തുടക്കത്തിൽ തന്നെ നല്ല ബന്ധം. ഹാബേലിന് ആ ബന്ധം എന്നും ഉണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ അന്ന് കയീൻ വാടാ വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിക്കാതെ കയീൻ്റെ പുറകെ പോയവനാ ഹാബേൽ. അത്രയ്ക്കും ബന്ധം ഹാബേലിനുണ്ടായിരുന്നു. പക്ഷേ ഹാബേൽ കയീനെ പോലെ അല്ലായിരുന്നു. ഇതുപോലെ നമ്മൾ നമ്മുടെ ബന്ധങ്ങളൊക്കെ വിട്ടുകളയുന്നില്ല. എൻ്റെ അപ്പൻ എന്നും എൻ്റെ അപ്പനാ, എൻ്റെ അമ്മ എന്നും എൻ്റെ അമ്മയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ ദൈവിക പാതയിൽ കയറുമ്പോൾ, യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ, ആ യേശുവിന് യോജിക്കാത്തത് എൻ്റെ അമ്മയോ അപ്പനോ സഹോദരന്മാരോ ചെയ്താൽ ഞാൻ അവരെ പോലെ ആവുകയില്ല.
ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അവർ നമ്മളെപ്പോലെ ആവുക. അത് ചില പ്രയാസമാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ അവരെപ്പോലെ ആകുന്ന ഒരവസ്ഥയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അവർ നമ്മളെപ്പോലെ ആകട്ടെ. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത്, ഞങ്ങൾ വളരെ നല്ല അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ജേർണലിസ്റ്റാണ്. പക്ഷേ സ്കൂളിൽ തൊട്ട് ഞങ്ങൾ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഞാനവിടെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് നടത്തുവാനും ഇവൻ വല്ലപ്പോഴൊക്കെ വരുമായിരുന്നു. ഈ അടുത്ത സമയത്ത് അവൻ എന്നെ കണ്ടപ്പോഴും, സാജു അന്ന് പഠിപ്പിച്ച പാട്ട് ഞാൻ ഇതുവരെ മറന്നിട്ടില്ലെന്ന് പറഞ്ഞോണ്ട് ആ പാട്ട് പാടുന്നു. 40 കൊല്ലം മുമ്പ് 45 കൊല്ലം മുമ്പ് പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോഴും അവൻ പാടുന്ന പാട്ട് ഞാൻ പാടുകയല്ല, ഞാൻ പാടുന്ന പാട്ട് അവൻ പാടണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ലോകത്തിൻ്റെ പാട്ട് പഠിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടെ പഠിക്കുന്ന ആരെങ്കിലും സിയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ വല്ലതും പാടുന്നത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലാതെ അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. വ്യത്യസ്തരാകുക എന്ന് പറയുമ്പോഴത്തേക്ക് മാറി നിൽക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അതിനെക്കുറിച്ച് നമ്മൾ പറയാം, ഇന്ന് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ പോലെ ആകരുത്. പുതിയ നിയമത്തിൽ, പഴയ നിയമത്തിലെ പല ആളുകളുടെ ചരിത്രം നമ്മൾ കണ്ടു. ഹാബേലിൻ്റെ ചരിത്രം നമ്മൾ കണ്ടു, ഹാനോക്കിൻ്റെ ചരിത്രം കണ്ടു. ഹാനോക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അവൻ്റെ തലമുറയിൽപ്പെട്ട ലാമക്കിൽ നിന്ന് പോലും അവൻ വ്യത്യസ്തനായിരുന്നു. നോഹയുടെ ചരിത്രം നമ്മൾ കണ്ടു. നോഹയുടെ കാലഘട്ടത്തിലെ എല്ലാ ആളുകളിൽ നിന്നും നോഹ വ്യത്യസ്തനായിരുന്നു. അബ്രഹാമിൻ്റെ ചരിത്രം നമ്മൾ കണ്ടു. അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരിൽ നിന്നും അബ്രഹാം വ്യത്യസ്തനായിരുന്നു. ഇസഹാക്ക് വ്യത്യസ്തനായിരുന്നു. ഇസഹാക്ക് ഇസ്മായേലിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ഏശാവും യാക്കോബും ഉള്ള ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബ് വ്യത്യസ്തനായിരുന്നു. യോസഫ് വ്യത്യസ്തനായിരുന്നു. അവൻ മിസ്രൈമിനെ പോലെ അല്ലായിരുന്നു. മോശയുടെ ചരിത്രം നമ്മൾ പഠിച്ചു. മോശ മിസ്രൈമിൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വസിച്ചവനായിട്ട് പോലും അവൻ മിസ്രൈമ്യനെ പോലെ ആയില്ല. അവൻ എന്നും അവൻ്റെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചു. അവൻ ഒരു എബ്രായനായി ജീവിച്ചു, വ്യത്യസ്തനായി ജീവിച്ചു. മിസ്രൈമിലെ സകല നിക്ഷേപങ്ങളും അവന് വന്നു ചേരേണ്ടതാണ്, അവനവിടെ കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിൽ. എന്നാൽ മിസ്രൈമിൻ്റെ സകല നിക്ഷേപങ്ങളെക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് അവൻ എണ്ണി. തൻ്റെ സഹോദരന്മാരോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. ഒരു തിരഞ്ഞെടുപ്പാണ് അത്, വന്നു പോകുന്നതല്ല, തിരഞ്ഞെടുപ്പാണ്. എനിക്ക് ലോകക്കാരൻ ആകണ്ട, ആ ഒരു തിരഞ്ഞെടുപ്പ്, അതാണ് നമുക്ക് ആവശ്യം. യേശുവിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എപ്രകാരം വ്യത്യസ്തരായിരിക്കണം എന്നതിനെക്കുറിച്ച് പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സഭകളിലൊക്കെ ഇത് തുടർമാനമായി പഠിപ്പിക്കണം. നമ്മുടെ വിശ്വാസികളൊക്കെ ഇത് പല പ്രാവശ്യം വായിക്കണം. ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, അതിൻ്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കണം, അത് പഠിക്കണം, അതിനെ ധ്യാനിക്കണം, അതനുസരിച്ച് ജീവിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ കൺസൈസ്ഡായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ഈ അധ്യായങ്ങളിലാണ്. ലൂക്കോസിലും ഉണ്ട്, എല്ലാ സുവിശേഷങ്ങളിലും ഉണ്ട്. പക്ഷേ ഇവിടെ ആ 3 അധ്യായങ്ങൾ യേശുവിൻ്റെ വാക്കുകൾ, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ വളരെ കൺസൈസ്ഡായിട്ട് യേശുവിൻ്റെ ഉപദേശങ്ങളുടെ സംക്ഷിപ്തമായി തന്നിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ അനുഗ്രഹീത വചനങ്ങൾ അല്ലെങ്കിൽ ബിയാറ്റിറ്റ്യൂഡ്സ് നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. കാരണം ആ ഭാഗങ്ങൾ നമ്മൾ ഓരോന്നും വളരെ ആഴത്തിലുള്ള അർത്ഥം ഉള്ള കാര്യങ്ങളാണ് എന്ന് തന്നെയല്ല, സ്വാഭാവികമായി ഒരാൾ പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായാണ് അവിടെ യേശു പറയുന്നത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ധനികരായവരല്ല,
ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലുകൊള്ളുന്ന കാര്യമാണ്. ഭർത്താവ് മരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ അടുത്ത് ചെന്ന്, ഓ നീ വലിയ ഭാഗ്യവതിയല്ലേ, നീ ദുഃഖിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ച് പറയണം, ഇല്ലേ? അതിൻ്റെ അർത്ഥം ഇവിടെ പറയുന്നത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ്. പക്ഷേ ഏകദേശം അവിടെ പറയുന്നത് ദുഃഖിക്കുന്നവർ എന്ന് പറയുന്നത് മോങ്ങിക്കരയുന്നവർ എന്ന അർത്ഥം വരത്തക്ക രീതിയിലുള്ള ഒരു ഫ്രേസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മോങ്ങിക്കരയുന്നവർ, കരച്ചിൽ ഭാഗ്യമാണ് എന്ന് കർത്താവ് പറയാണ്. എന്തുകൊണ്ടാണ്? കരയുമ്പോഴാണ് അവന് രൂപാന്തരം ഉണ്ടാകുന്നത് എന്നതാണ് അതിനകത്തെ വ്യത്യാസം. ആത്മാവിൽ ദരിദ്രരായവർ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അഭിവാഞ്ച ഉണ്ടാവുകയുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അരക്ഷിതത്വത്തിൽ നിന്നാണ് ആശ്രയബോധം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ആളുകളുടെ പ്രശ്നം അവർക്ക് അരക്ഷിതത്വമൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ടെന്താ? ആശ്രയബോധമില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, പണ്ട് കാലത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് അപ്പനും അമ്മയും ഇരുന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ ഉച്ചയ്ക്ക് കൊച്ചു വരുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം കൊച്ചു വരുമ്പോഴത്തേക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ ഞങ്ങൾക്ക് തരണേ. കാര്യമില്ല, അന്ന് കുത്തിപ്പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പിള്ളേർക്ക് മാത്രമല്ല, നമ്മുടെ പിള്ളേരുടെ പിള്ളേർക്കും പല തലമുറകൾക്ക് ആവശ്യമുള്ളത് കയ്യിലുണ്ട്. പിന്നെയും കൂട്ടിവെക്കാനാണ് നമ്മുടെ ആഗ്രഹം. ഞാനിങ്ങനെ ഒരു സ്റ്റോറി കേട്ടത്, ബോംബെയിലെ ഒരു സേഠ്ജി ബിസിനസ്സുകാരാണല്ലോ, ഭയങ്കര ബിസിനസ്സുകാരൻ. അവൻ ഒത്തിരി അയാൾക്ക് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ അയാൾക്കൊരു സംശയം, തനിക്ക് എത്രത്തോളം ബിസിനസ്സുണ്ട്, ഇനിയും ബിസിനസ് നിന്നാലും എങ്ങനെ ജീവിക്കും. അയാളുടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ സമ്പത്ത് എല്ലാം നീ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് എനിക്ക് ഇപ്പോഴുള്ള സമ്പത്ത് ഇനി കൂട്ടിയില്ലെങ്കിൽ എത്ര തലമുറ ജീവിക്കാനുള്ളതുണ്ട് എന്ന് ഒന്ന് പറയണം. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അയാളുടെ കംപ്ലീറ്റ് അസറ്റ്സിൻ്റെയും ലിസ്റ്റെല്ലാം എടുത്തു, കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, സേഠ്ജി, ഇനി അങ്ങ് ഒന്നും സമ്പാദിച്ചില്ലെങ്കിലും അടുത്ത 20 തലമുറയ്ക്കുള്ളത് അങ്ങ് ഇപ്പോൾ തന്നെ സമ്പാദിച്ചിട്ടുണ്ട്. അടുത്ത 20 തലമുറയ്ക്കുള്ളത്. ഇയാൾ ഒരൊറ്റ കരച്ചിലാണ്. എന്നാന്നറിയാമോ? എടോ, അപ്പം എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കുമടോ? എൻ്റെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കും? നമ്മുടെയൊക്കെ പ്രശ്നം പണ്ട് നമ്മുടെ പിള്ളേർ എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ പ്രശ്നം നമ്മുടെ 21ാമത്തെ തലമുറ എങ്ങനെ ജീവിക്കുമെന്നാണ് ചോദിക്കുന്നത്. അവർക്ക് ആശ്രയബോധമുണ്ടാവുകയില്ല. എപ്പോഴും ഇല്ലായ്മയിൽ നിന്നാണ് ആശ്രയബോധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇല്ലായ്മയും ഒരു ഭാഗ്യമാണ്. കാര്യം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കും. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കും. ഉള്ളപ്പോഴും ആശ്രയിക്കണം. ഉള്ളപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചു. അതിൻ്റെ അർത്ഥം എന്നാ? അതെന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഇന്നത്തേക്കും നാളത്തേക്കും ഈ വർഷത്തേക്കുള്ളതെല്ലാം ഉണ്ടല്ലോ എന്ന് പറയുമായിരിക്കും. അങ്ങനെയല്ല. കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്ന് എൻ്റെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആഹാരം എനിക്ക് തരുന്നത് നീയാണ്. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ പഠിക്കണം. എപ്പോഴും ദൈവാശ്രയത്തിൽ ജീവിക്കാൻ പഠിക്കണം. ഞാൻ ബിയാറ്റിറ്റ്യൂഡ്സിലേക്ക് കടക്കുന്നില്ല നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. പക്ഷേ ആ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യത്യസ്തമാണ്. സാധാരണക്കാർ പഠിപ്പിക്കുന്ന, സാധാരണ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഉപദേശമാണ് യേശു പറയുന്ന കാര്യം. വ്യത്യസ്തം. എല്ലാ രീതിയിലും യേശുവിൻ്റെ ഉപദേശങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാ രീതിയിലും യേശുവിൻ്റെ ഉപദേശങ്ങൾ വ്യത്യസ്തമാണ്. ഇടയ്ക്ക് കയറി ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള ഇടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ കാലയളവിലെ ഒരു വലിയ പ്രോബ്ലമാണ് നമ്മളുടെ സെൽഫിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറയുന്ന അഹം ബ്രഹ്മാസ്മിയൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ സെൽഫിൻ്റെ പ്രൊമോഷനാണ്. നിൻ്റെ സെൽഫിനെ നീ ബിൽഡ് ചെയ്യണം.
യോഗ എന്തിനു വേണ്ടിയാണ്? നമ്മൾ യോഗയെ എതിർക്കുന്നതിൻ്റെ കാരണം എന്താ? യോഗ അഹം ബ്രഹ്മാസ്മിയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഞാനാണ് ബ്രഹ്മൻ എന്ന് പറയുന്നതിന് തുല്യമായ ഒരു നിലയിൽ ഞാൻ വലിയവനാണ് എന്ന് പറയുന്ന എൻ്റെ സെൽഫിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് യോഗ. ചിലപ്പം പിള്ളേരൊക്കെ ചോദിക്കാറുണ്ട്, യോഗയ്ക്കകത്ത് പ്രശ്നം വല്ലതും ഉണ്ടോ? ഉണ്ട് മക്കളെ, യോഗയിൽ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത്. എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് മനസ്സിലാക്കണം. ഈ അടുത്ത സമയത്ത് ഒരാളിനോട് ചോദിച്ചു, ഇന്നിപ്പോൾ എല്ലായിടത്തും യോഗ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ശുഭ്ര ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജിൻ്റെ സിലബസ് മേക്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അവളും കൂടെ അതിൻ്റെ ഫാക്കൽറ്റിയുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവിടെ വന്ന ഒരു ചോദ്യം, നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമോ എന്നുള്ളതാണ്. അങ്ങനെ വരെ ആയി. ശുഭ്ര പറഞ്ഞ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർ ചെയ്യണ്ടെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് ചൂസ് ചെയ്യാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്ക് കൊടുത്തേ പറ്റൂ. കാരണം അതിനകത്ത് നന്മ കാണുന്നവരുണ്ടായിരിക്കാം, പക്ഷേ യോഗ ഒരു ആത്യന്തികമായ കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. യോഗയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സെൽഫിൻ്റെ പ്രൊമോഷനാണ്. അതായത് ഞാൻ എൻ്റെ സെൽഫിനെ വലുതാക്കുകയാണ്, ഡെവലപ്പ് ചെയ്യുകയാണ്. അതിനാണ് യോഗ, എൻ്റെ സെൽഫിനെ ഡെവലപ്പ് ചെയ്യാൻ. എന്നാൽ എന്താണ് യേശു പഠിപ്പിക്കുന്നത്? സെൽഫിൻ്റെ ഡിനയലാണ് യേശു പഠിപ്പിക്കുന്നത്. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ലോകം പഠിപ്പിക്കുന്ന യോഗയല്ല, അതിൻ്റെ നേരെ വിപരീതമാണ് യേശു പഠിപ്പിക്കുന്ന സെൽഫ് ഡിനായൽ. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതാ, ഇതുപോലെ യേശുവിൻ്റെ ഉപദേശങ്ങളിലെല്ലാം ലോകത്തിൻ്റെ ടീച്ചിങ്ങിന് ഡിഫറൻ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. ലോകക്കാർ പഠിപ്പിക്കുന്നത് പോലെ അല്ല യേശു പഠിപ്പിക്കുന്നത്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ അന്നത്തെ സാഹചര്യം വെച്ച് അന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് അവരുടെ മുമ്പിൽ ലോകത്തിലുള്ള ആളുകൾ, അത് റിലീജിയസ് ആൾക്കാർ തന്നെ ആയിക്കോട്ടെ, ആ റിലീജിയസ് ആൾക്കാരിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് യേശു ഈ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിച്ചത്. നിങ്ങൾ ഡിഫറൻ്റാണ്, നിങ്ങൾ വ്യത്യസ്തരാണ്. തീർത്തു പറയാണ്, നിങ്ങൾ അവരെ പോലെ അല്ല. മത്തായിയുടെ സുവിശേഷം 5 ബിയാറ്റിറ്റ്യൂഡ്സൊക്കെ കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നുകൊണ്ട് രസം വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് ഇടയ്ക്കൊന്ന് ടച്ച് ചെയ്ത് പോകണം. വിളക്ക് കത്തിച്ച് പറയെങ്കിലല്ല തണ്ടിന്മേൽ എത്ര വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഉപ്പാണ്, നിങ്ങൾ വെളിച്ചമാണ്. സെൽഫ് ഡിനയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ 2 കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച്. ഉപ്പിൻ്റെ പ്രത്യേകത എന്താ? ഉപ്പ് രുചി വരുത്തുന്നതാണെന്നുള്ളത് ശരിയാണ്, പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഉപ്പ് അത് രുചി വരുത്തും തോറും അത് ഇല്ലാതെയാവുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉപ്പ് കൂട്ടിക്കെട്ടി വെച്ചാൽ പറ്റില്ല, അത് കറിക്കകത്ത് ഇടുകയാണെന്ന് വെച്ചോ, അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കുന്നു? ഉപ്പ് അലിഞ്ഞ് ഇല്ലാതെയാകുന്നു, പക്ഷേ കഴിക്കുന്നവർക്ക് രുചി കിട്ടുന്നു. ഉപ്പിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, ഉപ്പിന് വേണ്ടിയല്ല. വെളിച്ചം, ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ആ മെഴുകുതിരി ഉരുകുകയാണ്. വിളക്ക് കത്തിച്ച് എണ്ണ ഒഴിച്ചാൽ എണ്ണ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രത്യേകത, നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്നവരാണ്, അല്ലാതെ എല്ലാം ഇങ്ങോട്ട് വാങ്ങിക്കുന്നവരല്ല. അങ്ങോട്ട് കൊടുക്കുന്നവരാണ്, സ്വയം ഇല്ലാതെയാകുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് പഠിപ്പിച്ചത് സെൽഫിൻ്റെ ഡിനയലാണ്, അല്ലാതെ സെൽഫിൻ്റെ പ്രൊമോഷനല്ല. ഓക്കെ, വീണ്ടും നമുക്ക് ആ ഭാഗത്തേക്ക് വരേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് വരാം. അവിടെ
5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾ ശാസ്ത്രിമാരെ പോലെയോ പരീശന്മാരെ പോലെയോ ആകരുത്. എന്നിട്ട് ശാസ്ത്രിമാർ വിശ്വസിക്കുന്നതും പരീശന്മാർ വിശ്വസിക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്നുള്ള ഡിഫറൻസ് കർത്താവ് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത്, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. അപ്പോൾ 3 കൂട്ടരെക്കുറിച്ച് ഇവിടെ പറയുന്നത്. 1, നിങ്ങൾ ശാസ്ത്രിമാരെ പോലെ ആകരുത്. 2, നിങ്ങൾ പരീശന്മാരെ പോലെ ആകരുത്. 3, നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. അവരെ പോലെ ആകരുത്, ആകരുത്, ആകരുത് എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ശാസ്ത്രിമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ന്യായപ്രമാണം അറിയുന്നവരുമാണ്, പഠിപ്പിക്കുന്നവരുമാണ്. ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരാണ്. ന്യായപ്രമാണം പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നു, ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ അഭ്യസിപ്പിക്കുകയാണ്. അതിന് ന്യായശാസ്ത്രിമാർ തിരുവെഴുത്തുകളെ ഉപയോഗിക്കുന്നുണ്ട്. തിരുവെഴുത്തുകൾക്ക് അപ്പുറത്ത് അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളും കൂടെ അവർ ചേർത്തിട്ടുണ്ട്. തിരുവെഴുത്ത് മാത്രമല്ല, അതിൻ്റെ വ്യാഖ്യാനങ്ങളും അത് പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്ന ന്യായശാസ്ത്രിമാരെ പോലെ നിങ്ങൾ ആകരുത്. പരീശൻ്റെ പ്രത്യേകത, ആ പരീശൻ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ന്യായപ്രമാണത്തെ അനുസരിക്കാൻ അല്ലെങ്കിൽ അനുകരിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. ഒരുമാതിരി മാനമര്യാദയ്ക്ക് ജീവിക്കണമെന്നും ന്യായപ്രമാണം അനുസരിക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്നവരാണ്. പക്ഷെ ഇവരുടെ 2 കൂട്ടരുടെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ലഭിച്ച ന്യായപ്രമാണത്തിലെ വാക്കുകളെ മാത്രമേ ഇവരെടുക്കുന്നുള്ളൂ. വാക്കുകൾ വെച്ചാണ് ഇവരുടെ കളി മുഴുവൻ. ഓരോ വാക്യങ്ങളിലെയും വാക്കുകളെ എടുക്കും, അതിൻ്റെ സ്പിരിറ്റിനെ അവരെടുക്കുന്നില്ല, വാക്കുകളെ എടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് പറയും, അങ്ങനെ ആകരുത്. അതാണ് സെർമൺ ഓൺ ദ മൗണ്ടിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ശാസ്ത്രിമാർ ന്യായപ്രമാണം പഠിപ്പിച്ചു, പരീശന്മാർ ആക്ഷരികമായി അതനുസരിച്ചു, അതിൻ്റെ ആത്മാവിനെ അവർ മനസ്സിലാക്കിയില്ല. കർത്താവ് ഓരോ ഭാഗവും പറയുമ്പോൾ പിന്നീട് പറയുന്ന എല്ലാ കാര്യങ്ങളിലും 20 കഴിഞ്ഞിട്ടുള്ള വാക്യങ്ങളെല്ലാം പറയും, കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും, 21-ാം വാക്യം, കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്. അതായത് ന്യായശാസ്ത്രിമാർ പഠിപ്പിച്ച തിരുവചനം കർത്താവ് കോട്ട് ചെയ്തിട്ട്, ഞാനോ നിങ്ങളോട് പറയുന്നത്, അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. അരുളി ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് 21-ാം വാക്യത്തിൽ. അതിൻ്റെ 27-ാം വാക്യത്തിൽ വ്യഭിചാരം ചെയ്യരുതെന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 38-ാമത്തെ വാക്യത്തിൽ അവിടെ കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 43-ാമത്തെ വാക്യത്തിൽ നമ്മൾ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എല്ലാം അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അരുളി ചെയ്തതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അരുളി ചെയ്തത് ന്യായപ്രമാണമാണ്. ഈ ന്യായപ്രമാണത്തെ ചില ആളുകൾ, ദുരുപദേശക്കാർ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവർ പറയുന്നത് നമ്മൾ അതൊക്കെ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്, അതൊന്നും നമുക്ക് പുതിയ നിയമത്തിലില്ല എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. ന്യായപ്രമാണം വേണ്ട എന്ന് പറയുന്നവരുൾപ്പെടെ. ന്യായപ്രമാണത്തെ കർത്താവ് ക്രൂശിൽ തറച്ച് അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി കളഞ്ഞെന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനി ന്യായപ്രമാണം ഇല്ല, അത് ക്രൂശിൽ ന്യായപ്രമാണം നീക്കിക്കളഞ്ഞു.
ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഇതിനകത്തെ ഒരു വലിയ പ്രോബ്ലം, ആ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഒത്തിരിയൊന്നും വേണ്ട, ഒന്നുകൂടെ വായിച്ചായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ. പക്ഷേ അത് വായിക്കത്തില്ല അവർക്ക് തോന്നുന്നതൊക്കെ എഴുതി അല്ലെങ്കിൽ അതങ്ങ് പറയുകയാണ്. നമ്മൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, ഇവിടെ എന്താ പറയുന്നത്? ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച്, ഇല്ലേ? കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ന്യായപ്രമാണം മാറ്റിയെന്നാണ് എഴുതിയിരിക്കുന്നത്, ചട്ടങ്ങൾ മാറ്റിയെന്ന് എഴുതിയിട്ടില്ല. ചട്ടങ്ങളല്ല തറച്ചത്. നിങ്ങൾ ആര് വായിച്ചാലും, ഞാൻ മലയാളത്തിൽ നിന്ന് തന്നെ വായിച്ചതല്ലേ. ചട്ടങ്ങൾ മാറ്റിയെന്ന് എഴുതിയിട്ടുണ്ടോ അവിടെ? ഉണ്ടോ? ഇല്ല. ചട്ടങ്ങളല്ല മായിച്ചത്, ന്യായപ്രമാണമല്ല മായിച്ചത്. ന്യായപ്രമാണത്താൽ നമുക്ക് വിരോധമായിരുന്ന ഒരു കയ്യെഴുത്ത്. എന്താണത്? ന്യായപ്രമാണം എന്ന് പറയുന്നത് ലോയാണ്. ആ ലോ അനുസരിച്ചില്ലെങ്കിൽ ഒരു കുറ്റപത്രമുണ്ടാകും. ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ മോഷ്ടിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, മോഷ്ടിക്കരുത് എന്ന് എഴുതിയിരിക്കുന്ന ഈ പീനൽ കോഡ് ഞാൻ അനുസരിക്കാതെ മോഷ്ടിച്ചു, ഒരുത്തനെ തല്ലി. ഇതൊന്നും ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ അനുവദിക്കുന്ന കാര്യമല്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം, ആ ശിക്ഷാ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നതിന് പകരം അത് ഞാൻ അനുസരിക്കാതെ ഞാൻ തെറ്റ് ചെയ്താൽ കോടതിയിൽ വരുമ്പോൾ എനിക്കെതിരെ ഒരു കുറ്റപത്രം അവിടെ ഉണ്ട്. ആ കുറ്റപത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഈ വ്യക്തി ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ചെയ്യരുതാത്തതായ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 ഈ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവൻ ശിക്ഷയ്ക്ക് യോഗ്യനാണ്. അപ്പോൾ ഈ കുറ്റപത്രം എനിക്കെതിരെയുള്ള ഒരു കയ്യെഴുത്താണ്. ഇന്ത്യൻ ശിക്ഷാ നിയമമല്ല എനിക്കെതിരെയുള്ളത്. ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യയിലെ ഒരു വ്യക്തിക്കും എതിരല്ല. അത് തെറ്റിക്കുന്നവന് മാത്രമേ എതിരാകത്തുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇന്ത്യൻ ശിക്ഷാ നിയമം നമുക്ക് വിരോധമാണ്, പ്രതികൂലമാണെന്ന് പറയാൻ പറ്റില്ല. ആ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചാണ് നമുക്ക് സംരക്ഷണം കിട്ടുന്നത് പോലും. അതുകൊണ്ടാണ് നമ്മുടെ മേലെ ആളുകൾ അതിക്രമിച്ച് കിടക്കാത്തത്. നമുക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അതനുസരിക്കാത്തവന് അവന് ലഭിക്കുന്നതായ കുറ്റപത്രം, ആ കുറ്റപത്രം യേശു കർത്താവ് കാൽവറി ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ലിസ്റ്റ് അത് വെച്ച് നമ്മളെ നരകത്തിലേക്ക് പറഞ്ഞു വിടാൻ പറ്റും. കാര്യം പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം, അവനുള്ളത് നിത്യനരകമാണ്. ന്യായപ്രമാണം ഞാൻ തെറ്റിക്കുമ്പോൾ എനിക്കെതിരെയുള്ള കുറ്റപത്രം അത് എന്നെ നരകത്തിലേക്ക് വിടാൻ പോലും പര്യാപ്തമാണ്. പക്ഷെ യേശു കർത്താവ് ക്രൂശിൽ എന്താ ചെയ്തത്? ഞാൻ പാപിയായിരുന്നു, ഞാൻ ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് അത് പിശാചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവനത് ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത് ഹി ബ്ലോട്ടഡ് ഇറ്റ് ഔട്ട് വിത്ത് ഹിസ് ബ്ലഡ് എന്നാണ്. അവൻ്റെ രക്തത്താൽ അവനത് ഒപ്പിയെടുത്തു, അവൻ്റെ രക്തം അങ്ങ് പുരട്ടി. എനിക്കെതിരെയുള്ള പാപത്തിൻ്റെ ലിസ്റ്റിൻ്റെ മേൽ അവൻ എന്ത് ചെയ്തു? രക്തം പുരട്ടി. സാത്താൻ ആൾ മോശമല്ല, അവൻ പിന്നെയും ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലും. ഈ സാജു ഇവൻ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടെന്നറിയാമോ, അവനെ നരകത്തിലോട്ട് പറഞ്ഞു വിടണം എന്ന് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ
കർത്താവിന് എന്താ പറയാൻ പറ്റുന്നത്? അവൻ എന്തോ പാപമാണ് ചെയ്ത്? എൻ്റെ പാപത്തിൻ്റെ ലിസ്റ്റെല്ലാം കൂടെ സാത്താൻ അങ്ങ് പറയുകയാണെന്ന് വെച്ചു. സാത്താൻ പറഞ്ഞാൽ കർത്താവ് ചോദിക്കും, എന്തിയാ ഇവനെതിരെയുള്ള കുറ്റപത്രം? അപ്പം സാത്താന് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂസിലേക്ക് നോക്കാൻ പോലും പേടിയാ. അവന് അങ്ങോട്ട് നോക്കിക്കൊണ്ട് പറയും, ദോ അവിടെ ഉണ്ട്, അവിടെ എവിടെ? ക്രൂസിലോക്കിൽ ഇങ്ങനെ കയ്യും ചൂണ്ടി പറയും, അവിടെ ഉണ്ട്. പിതാവായ ദൈവം പറയും, യെസ്, അവിടെ ഞാനൊരു കടലാസ് കാണുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഇവൻ്റെ പാപങ്ങളുടെ ലിസ്റ്റല്ല, പ്രത്യുത എൻ്റെ പുത്രൻ്റെ രക്തമാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൂസിൽ തറച്ചത് ന്യായപ്രമാണമല്ല, ക്രൂസിൽ തറച്ചത് ന്യായപ്രമാണം മുഖേന എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന എൻ്റെ കുറ്റപത്രം, അല്ലെങ്കിൽ എന്നെ നരകത്തിലേക്ക് തള്ളിവിടുവാൻ പ്രാപ്തമായ കുറ്റപത്രത്തെയാണ് ക്രൂസിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞത്, ന്യായപ്രമാണത്തെ അല്ല. കുറച്ചുകൂടെ പറഞ്ഞാൽ, ഞാനൊരു പാപം ചെയ്തു, തെറ്റ് ചെയ്തു, എന്നെ ശിക്ഷയ്ക്ക് വിധിച്ചു, ഞാനൊരു എന്തെങ്കിലും മാരകമായ ഒരു പാപമെന്ന് വെച്ചു, അല്ലെങ്കിൽ ഞാൻ കടം കയറി ആകപ്പാടെ ഇന്ത്യൻ പീനൽ കോഡ് 312 നിയമം വെച്ച് എന്ന് പറഞ്ഞ് എനിക്കെതിരെ ഒരു ശിക്ഷാവിധി ഉണ്ടായി, അല്ലെങ്കിൽ എന്നെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു, എന്നെ കൊണ്ടുപോയി എനിക്ക് മരണശിക്ഷ നൽകി. അപ്പം ഞാനൊരു ദയാഹർജി പ്രസിഡൻറ്റിന് കൊടുത്തു. കൊല ചെയ്യരുത് എന്ന നിയമം ഞാൻ തെറ്റിച്ചു. കൊല ചെയ്യരുതെന്നുള്ളത് ന്യായപ്രമാണമാണ്. ഞാൻ ആ നിയമം തെറ്റിച്ചു. നിയമം തെറ്റിച്ചപ്പോൾ ഞാനൊരു ദയാഹർജി കൊടുത്തു. പ്രസിഡൻറ്റ് എനിക്ക് ദയ തന്നു, എന്നെ വിടുവിച്ചു. എന്നെ വിടുവിച്ചാൽ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ പീനൽ കോഡിൽ കൊല ചെയ്യരുതെന്ന് എഴുതിയത് മായിച്ചു കളഞ്ഞെന്നാണോ അർത്ഥം? അതുകൊണ്ട് നാളെ തൊട്ട് ആർക്ക് വേണമെങ്കിലും കൊല ചെയ്യാമെന്നാണോ അർത്ഥം? അല്ല. അതുകൊണ്ട് ന്യായപ്രമാണം നീങ്ങിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കർത്താവ് തന്നെ പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. ന്യായപ്രമാണത്തെ നീക്കാനല്ല, എന്നാൽ ന്യായപ്രമാണം തെറ്റിച്ചവൻ്റെ ശിക്ഷാവിധിയെ ഇല്ലാതെയാക്കുവാനാണ് ഞാൻ വന്നത്. അതിനുവേണ്ടി ഞാൻ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച് അവൻ്റെ മരണം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നുവെന്നാരും നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അതുകൊണ്ട് ന്യായപ്രമാണം പഴയ നിയമത്തിലാണ്, പുതിയ നിയമത്തിൽ അതില്ല. ന്യായപ്രമാണം വേണ്ട. അതുകൊണ്ട് ഇനി എന്തോ പാപം ചെയ്താലും കുഴപ്പമില്ല. കാര്യം ന്യായപ്രമാണം ഇല്ലല്ലോ. ന്യായപ്രമാണം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തോ വേണമെങ്കിലും കാണിക്കാം. കാര്യം ന്യായപ്രമാണം ഉണ്ടെങ്കിൽ, ഒരു പ്രമാണം ഉണ്ടെങ്കിലല്ല ചെയ്യുന്ന തെറ്റിന് അത് തെറ്റാണെന്ന് അറിയാനും അതിന് ശിക്ഷ കൊടുക്കാനും ഒക്കെ ന്യായപ്രമാണം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അത് മാറിയിട്ടില്ല, അതിപ്പോഴും ഉണ്ട്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലതും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ഇത് ഞാൻ പറയുന്നതല്ല, കർത്താവ് തന്നെ പറഞ്ഞതാണ്. എന്നുവരെ? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നപ്പോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയോ? ഇല്ലല്ലോ, അതിപ്പോഴും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നും ന്യായപ്രമാണമുണ്ട്. എന്നാൽ ആ ന്യായപ്രമാണം മുഖേന തെറ്റിന് വിധിക്കപ്പെട്ടവരായ നമ്മളെ വിടുവിക്കുവാൻ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചു. എൻ്റെ പാപങ്ങളുടെ ലിസ്റ്റ് അവൻ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുണ്ട്. ന്യായപ്രമാണത്തിൽ നിന്നല്ല ഒഴിവുള്ളത്, ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ നിന്ന്
ന്യായശാസ്ത്രിമാർ പറഞ്ഞ കോട്ട് ചെയ്ത വാക്കുകൾ എടുത്തിട്ട് കർത്താവ് പറയാണ്, അവിടെ എഴുതിയിരിക്കുന്നത് കൊല ചെയ്യരുത്, 21 വാക്യത്തിൽ കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, കർത്താവ് പറയുക, ഞാനോ നിങ്ങളോട് പറയുന്നത്. മോശ കൊടുത്ത ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിട്ടുണ്ട്? കൊല ചെയ്യരുത് എന്നെഴുതിയിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. മോശ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനമോ അല്ലെങ്കിൽ അതിൻ്റെ ആന്തരിക അർത്ഥമോ ആണ് കർത്താവ് പറയുന്നത്. കർത്താവ് പറയുക, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. കാര്യം, നീ സഹോദരനെ ഫിസിക്കലി കൊന്നില്ലെന്നുള്ളതേ ഉള്ളൂ, സാഹോദര്യം നീ നശിപ്പിച്ചു. സാഹോദര്യം നശിപ്പിക്കുന്നത് തന്നെ കൊലയാണ്. അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിൻ്റെ ആന്തരികമായ അർത്ഥമാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നത്. അത് പറയാൻ യേശുവിനേ കഴിയത്തുള്ളൂ. കാര്യം, നിയമം കൊടുത്ത ദൈവം തന്നെയാണ് യേശു. പഴയ നിയമത്തിൽ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്ത അതേ ദൈവം തന്നെയാണ് ഇപ്പോൾ യേശു ആയി നമ്മുടെ മധ്യത്തിൽ വന്നത്. അതുകൊണ്ട് യേശുവിനത് വ്യാഖ്യാനിക്കാം, അത് തിരുത്തുകയല്ല. യേശു ഇത് തിരുത്തുന്നില്ല. കൊല ചെയ്യരുതെന്ന് നിങ്ങൾ പൂർവന്മാർ അരുളി ചെയ്തത് കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് തൊട്ട് ആര് വേണമെങ്കിലും കൊല ചെയ്തോ എന്നാണോ പറയുന്നത്? ആണോ? അല്ല. യേശു കർത്താവ് ന്യായപ്രമാണം തിരുത്തുന്നില്ല. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ ആന്തരിക അർത്ഥം നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നു. ശാരീരികമായി കൊല ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമേ ന്യായശാസ്ത്രി ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ ഒരുത്തനെ കുത്തിയാലും അവൻ ചത്തില്ലെങ്കിൽ ഞാൻ കൊലപാതകനല്ല, കൊലപാതക ശ്രമമോ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ്, അപ്പം പഴയ നിയമത്തിലൊക്കെ കൊല ചെയ്യാൻ എന്തുമാത്രം പ്രയാസമായിരുന്നു. എനിക്കൊരുത്തനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഞാൻ പിച്ചാത്തിയും കൊണ്ട് ചെല്ലണം. ഞാനൊന്ന് പറയുക, പിച്ചാത്തിയും കൊണ്ട് ചെന്ന് അവനെ കുത്തണം. എൻ്റെ പിച്ചാത്തിക്ക് നല്ല മൂർച്ച ഉണ്ടായിരിക്കണം. അതങ്ങ് അകത്ത് ചെല്ലണം, അവൻ ചാകണം. ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ എൻ്റെ കയ്യിൽ നിന്ന് പിച്ചാത്തിയും പിടിച്ചു പറിച്ച് എനിക്ക് 2 വീക്കും തന്നു വെച്ച് പോടാന്ന് പറഞ്ഞു വിട്ടെന്നിരിക്കും. അപ്പോൾ എനിക്ക് കൊലപാതകനാകാൻ പറ്റത്തില്ല. കൊലപാതകനാകണമെങ്കിൽ തന്നെ എന്തൊരു പ്രയാസമായിരുന്നു. പക്ഷേ കർത്താവ് പറയുകയാണ്, ന്യായപ്രമാണം ഞാൻ തന്നപ്പോൾ എൻ്റെ മനസ്സിലിരുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സ് പ്രകാശിപ്പിക്കുകയാണ് യേശു കർത്താവ് ഇവിടെ. കുഞ്ഞുങ്ങളെ, കൊല ചെയ്യരുത് എന്ന് മോശയോട് ഞാൻ അരുളി ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സാഹോദര്യം നിഷേധിക്കാൻ പാടില്ല. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോൾ പുതിയ നിയമത്തിൽ വീട്ടിലിരുന്ന് കൊലപാതകം ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് ഫിസിക്കലി കൊല്ലുകയൊക്കെ വേണമായിരുന്നു. ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല, വീട്ടിലിരുന്ന് കൊലപാതകം ചെയ്യാം. കാരണം ദൈവത്തിൻ്റെ മനസ്സിലിരുന്നത് അതാണ്. പക്ഷേ അന്നത്തെ ജനതയ്ക്ക് അത് മനസ്സിലാകാഞ്ഞത് കൊണ്ട് മോശ കൊടുത്തതിനെ ന്യായശാസ്ത്രിമാർ അതിൻ്റെ അക്ഷരം മാത്രമേ എടുത്തുള്ളൂ. യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞു തരുമ്പോൾ, അത് പറഞ്ഞു തരാൻ കർത്താവിന് കഴിയുന്നതിൻ്റെ കാരണം എന്താണ്? ബിക്കോസ് ഹീ ഈസ് ഗോഡ്. അവൻ ദൈവമായതുകൊണ്ടാണ് അവനത് പറഞ്ഞു തരുവാൻ കഴിയുന്നത്. ഞാൻ ലണ്ടനിൽ ഒരു പ്രാവശ്യം ഒരു കുഞ്ഞുങ്ങളെ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഒരു 12-13 വയസ്സുള്ള ഒരു ചെറുക്കൻ, അവൻ എന്നോട് ചോദിച്ചു, വളരെ ആത്മാർത്ഥതയോടെ ചോദിച്ച നല്ലൊരു ചെറുക്കനാണ്. അവനോട് ചോദിച്ചു, അങ്കിൾ, മോസസ് വാസ് ദ ലോ ഗിവർ, ജീസസ് വാസ് നോട്ട് ദ ലോ ഗിവർ, സോ മോസസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ജീസസ്, റൈറ്റ്? മോശയാണ് ന്യായപ്രമാണം തന്നത്, യേശു ന്യായപ്രമാണം തന്നില്ലല്ലോ.
അപ്പം യേശുവിനേക്കാൾ വലിയ ആളല്ലേ മോശ? അവൻ്റെ ചോദ്യമൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ തലമുറയിലെ കുഞ്ഞുങ്ങളെ മറ്റു മതസ്ഥരായ ആളുകൾ ബ്രെയിൻ വാഷ് ചെയ്ത്, അല്ലെ 12 വയസ്സുള്ള ചെറുക്കൻ ഈ ചോദ്യം ഒന്നും ചോദിക്കത്തക്ക രീതിയിലും അതൊന്നുമില്ല. അത് അവൻ്റെ മനസ്സിലുള്ളതല്ല. അവനോട് അവൻ്റെ കൂടെ പഠിക്കുന്ന അക്രൈസ്തവരായ ആളുകൾ അവരുടെ മതം നമ്മുടെ പിള്ളേർക്ക് നമ്മൾ വിശ്വസിക്കുന്നതിനെന്നറിയത്തില്ല. പക്ഷെ അവരുടെ പിള്ളേരെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുക. നീ ക്രിസ്ത്യാനിയോട് ചോദിക്കണം, അവനെ വലയ്ക്കണം. നമ്മളെ വലയ്ക്കാൻ വേണ്ടി, സംശയം ഉണ്ടാക്കാൻ വേണ്ടി, നമ്മളെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആ മതക്കാർ അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ചോദിച്ചതാ, മോശയല്ലേ ലോ ഗിവർ? നിയമം തന്നത് മോശയല്ലേ? യേശു നിയമം തന്നില്ലല്ലോ. അപ്പം യേശുവിനേക്കാൾ വലിയ ആളല്ലേ മോശ? എന്തോ പറയുന്ന ഈ ചെറുക്കനോട്. ഏതാണെങ്കിലും അന്നേരം ദൈവം എൻ്റെ മനസ്സിൽ തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞേ, മോശ നിയമദാതാവല്ല. മോസസ് വാസ് നോട്ട് ദ ലോ ഗിവർ. അപ്പോൾ അവൻ ചോദിച്ചു, ഇതുവരെ കേട്ടിട്ടുള്ളത് അങ്ങനല്ലല്ലോ, മോശയാണ് ലോ ഗിവർ എന്നാണല്ലോ. ഞാൻ പറഞ്ഞു, അല്ല, മോശ ന്യായപ്രമാണം കൊണ്ടു തന്നേ ഉള്ളൂ. ഹി വാസ് നോട്ട് ദ ലോ ഗിവർ, ഹി വാസ് ക്യാരിയിങ് ദ ലോ. ലോ ഗിവർ ദൈവമാണ്, നിയമദാതാവ് ദൈവമാണ്. അതുകൊണ്ട് മോശയോട് ചോദിക്കുമ്പോൾ മോശ പറയുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നെന്നാണ്. കാര്യം അവൻ്റെ വാക്കല്ല. ആരുടെ വാക്കാ? യഹോവയുടെ വാക്കുകൾ. അതുകൊണ്ടാണ് നിയമം തരാൻ ദൈവത്തിനേ പറ്റൂ. അങ്ങനെ ദൈവം കൊടുത്ത നിയമത്തെ മോശ എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊണ്ടുതന്നെന്നുള്ളതേ ഉള്ളൂ. മോസസ് വാസ് നോട്ട് ദ ലോ ഗിവർ. എന്നാൽ യേശു, അവൻ ദൈവമാണ്. കാരണം എന്താ? അവൻ പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്. പ്രവാചകന്മാരും മോശയും എല്ലാവരും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നത്. കാരണം എന്താ? ഹീസ് ലോർഡ്. അവൻ ദൈവമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, ആ ദൈവത്തെയാണ്, നിയമദാതാവായ ദൈവമാണ് യേശു കർത്താവ്. ആ യേശു കർത്താവാണ് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുവാനുള്ള അവകാശം യഥാർത്ഥത്തിലുള്ളത് യേശുവിനാണ്. നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വായിക്കുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങൾ, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. നോക്കുക, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. അപ്പോൾ പഴയ നിയമത്തിൽ പ്രവാചകന്മാരോട് ദൈവം അരുളി ചെയ്തത്, അവിടെ എഴുതിയിരിക്കുന്നത്, ആ ഓൾഡൻ ടൈമിൽ സ്പോക്കൺ ടു ദ ഫാദേഴ്സ് ആൻഡ് ദ പ്രോഫറ്റ്സ് ബൈ ഡൈവേഴ്സ് പോർഷൻസ് ആൻഡ് ഡൈവേഴ്സ് മാനേഴ്സ്. പല വിധത്തിലും പല രീതിയിലുമാണ്. കാര്യം ഈ പറയുന്ന ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവർ ഇതൊക്കെ എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ദൈവം കൊടുത്തതാണ്, ദൈവത്തിൻ്റെ നിയമമാണ്. പക്ഷേ അത് കൊടുക്കുന്നത് ഭാഗമായും വിവിധമായുമാണ്. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. യേശുവിലൂടെ പറയുന്നതാണ് യഥാർത്ഥ വാക്കുകൾ, അതിൻ്റെ ആന്തരികമായ അർത്ഥം, കർത്താവ് പറഞ്ഞതായ കാര്യങ്ങൾ. അതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരുന്ന കാര്യം. അതൊരു പക്ഷേ പ്രവാചകന്മാർക്ക് അല്ലെങ്കിൽ അത്രത്തോളം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവർ തെറ്റിച്ച് പറഞ്ഞെന്നോ ദൈവവചനമല്ലെന്നോ അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് ഭാഗികമാണ്. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞത് ഭാഗികമാണ്. കാരണം അവർ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ കൊല്ലുന്നത് മാത്രമേ അവരുടെ മനസ്സിൽ വന്നുള്ളൂ. എന്നാൽ കർത്താവ് പറയുകയാണ്, അക്ഷരാർത്ഥത്തിൽ കൊല്ലുന്നത് മാത്രമല്ല കൊലപാതകം. നിൻ്റെ സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ നീ ന്യായാധിപ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും. അവനെ മൂട എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അതാണ് കൊലപാതകം. കൊല ചെയ്യരുതെന്നുള്ള ന്യായപ്രമാണം മാറ്റിയില്ല,
പക്ഷേ ആ കൊലപാതകം എന്താണെന്നുള്ളത് യേശു കർത്താവ് കൃത്യമായിട്ട് പഠിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ന്യായശാസ്ത്രിമാരെ പോലെ ആകരുത്. കാരണം ന്യായശാസ്ത്രിമാർ അതിൻ്റെ അക്ഷരം മാത്രമാണ് മനസ്സിലാക്കിയത്. എന്നാൽ ഞാൻ വന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് അതിൻ്റെ ആത്മാവിനെ തരികയാണ്. ഇനി നിങ്ങൾ എൻ്റെ വചനം കേൾക്കുക എന്ന് തന്നെയല്ല, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ അർത്ഥം ഗ്രഹിപ്പിച്ചു തരും. അത് യേശു പറയുന്നത് പോലെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് യിരെമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 31 അധ്യായം, അവിടെ അതിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതെന്നാ പറയുന്നത്? യേശു ജനിക്കുന്നതിന് എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യിരെമ്യാ പ്രവാചകൻ മുഖേന്ദ്ര പറയാണ്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, സീനായിലെ നിയമം പോലെയല്ല. സീനായിൽ ഞാൻ നിയമം കൊടുത്തു, പക്ഷെ പ്രശ്നം എന്താണ്? ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. പഴയ നിയമത്തിലെ നിയമങ്ങൾ കർത്താവ് കൊടുത്തതാണ്. പക്ഷേ കർത്താവ് ഇസ്രായേൽ ഗൃഹത്തെയും യഹൂദാ ഗൃഹത്തെയും തൻ്റെ കൂട്ടാളിയായിട്ട്, അവർക്ക് യഹൂദാ ഗൃഹത്തിനും ഇസ്രായേൽ ഗൃഹത്തിനും യഹോവ ഭർത്താവായിരുന്നിട്ട് കൂടെ ബന്ധമൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ഞാൻ കൊടുത്ത നിയമത്തെ അനുസരിക്കാൻ കഴിഞ്ഞില്ല. അതിനുള്ള കപ്പാസിറ്റി അവർക്കില്ലായിരുന്നു. അവർക്ക് മനസ്സിലായുമില്ല. അവരതിൻ്റെ അക്ഷരം മാത്രം എടുത്തു. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അതാണ് യേശു കർത്താവിൻ്റെ കാലത്ത് സംഭവിക്കുന്നത്. ന്യായപ്രമാണം പുറത്തു നിന്ന് അകത്ത് കയറുകയാണ്. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും. റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയാണ്. ശാസ്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം ഒരു പുസ്തകമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? പരീശന്മാരെയും ശാസ്ത്രിമാരെയും സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ അക്ഷരമാണ്. പക്ഷേ ആ അക്ഷരത്തിനപ്പുറത്ത് ആത്മാവിലേക്ക് തുളച്ചു ചെല്ലുന്ന നിയമമാണ് കർത്താവ് തരുന്നത്. അതുകൊണ്ട് കർത്താവ് തന്നെ പറയുകയാണ്, അതൊരു പുതിയ നിയമമാണ്, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി. അതാ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് ന്യായപ്രമാണം വെറും അക്ഷരമല്ല. അക്ഷരമുണ്ട്, പക്ഷേ ആ അക്ഷരത്തിനപ്പുറത്ത് അത് ആത്മാവിലേക്ക് തുളച്ചു കയറുകയാണ്. പിച്ചാത്തിയെടുത്ത് മാത്രമല്ല ഇന്ന് കൊല. എൻ്റെ വീട്ടിലിരുന്ന് എൻ്റെ സഹോദരൻ നിസാരനെന്ന് ഞാൻ ചിന്തിച്ചാൽ എൻ്റെ ചങ്ക് പൊട്ടു. കർത്താവെ ക്ഷമിക്കണേ എന്ന് പറയും. പരീശനോ ശാസ്ത്രിമാരോ അങ്ങനെ പറയത്തില്ല. കാര്യം അവൻ പറയുന്നത്, എനിക്കെന്താ കുഴപ്പം, ഞാൻ അവനെ കൊന്നില്ലല്ലോ. എനിക്കതല്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ. കാര്യം ന്യായപ്രമാണം ഇപ്പോൾ പുറത്തല്ല, ന്യായപ്രമാണം എൻ്റെ ഉള്ളിലാണ്. അക്ഷരമായിട്ടുണ്ട്, പക്ഷേ അക്ഷരത്തിനപ്പുറത്ത് അത് എൻ്റെ ആത്മാവിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് യേശുവിൻ്റെ ഉപദേശം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതേ ഭാഗം തന്നെ എബ്രായ ലേഖനത്തിലും പറയുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ ഇത് തന്നെ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ ദൈവവചനത്തിൽ തന്നെ നമ്മൾ കാണുന്നു. അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല. നിയമമുണ്ട്, പക്ഷേ നിയമം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ അവരെ ആദരിച്ചുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. റിലേഷൻഷിപ്പിലേക്ക് കയറുകയാണ്.
നമ്മൾ നിയമം അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? അക്ഷരമായിട്ട് എവിടെയെങ്കിലും എഴുതിയിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല. പരീശൻ നിയമം അനുസരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ അനുസരിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ ഞാൻ ദുഃഖിപ്പിക്കുകയില്ല. എനിക്ക് ബന്ധമുണ്ട്, എനിക്ക് റിലേഷനുണ്ട്. റിലേഷൻ ഇല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. റോമാലേഖനം 7-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ് പറയുന്നു, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്തു വരുമ്പോൾ തിന്മയായി പോകുന്നു. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, പക്ഷേ അതിനപ്പുറത്ത് പാപപ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന മറ്റൊരു പ്രമാണം കാണുന്നു. ഇതാണ് ന്യായപ്രമാണത്തെ അക്ഷരമായി കാണുന്നവൻ്റെ പ്രശ്നം. കാര്യം അവൻ അനുസരിക്കാനുള്ള ശക്തിയില്ല, അവന് ബന്ധമില്ല, റിലേഷനില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിയമം മാത്രമല്ല, നിയമം എൻ്റെ ഉള്ളിലായി, എന്നാൽ അതേപോലെ ഈ നിയമമൊക്കെ അനുസരിക്കുവാനുള്ള ആ വലിയ ശക്തി പകരുവാൻ യേശു എൻ്റെ ദൈവമായി എൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. ആ ബന്ധമാണ്, ആ ആത്മാവാണ് പാപത്തോട് പോരാടുവാൻ എന്നെ നിലനിർത്തുന്നത്. ഇല്ലെങ്കിൽ ഞാനും പൗലോസിനെ പോലെ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞേനെ. ചിലർ ചിന്തിക്കുന്നത്, എന്നോട് ഒരു ആൾ പറഞ്ഞത്, എൻ്റെ ബ്രദറെ നമ്മളൊക്കെ ആരാ? പൗലോസ് പോലും, ഇത്രയും ലേഖനമൊക്കെ എഴുതിയ പൗലോസ് പോലും പറയുക ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ, മരണത്തിന് അധീനമായ ശരീരം തന്നെ ആര് വിടുവിക്കുന്നു? പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? പ്രിയമുള്ളവരെ, പൗലോസിൻ്റെ രക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥയല്ല. ന്യായപ്രമാണം അനുസരിക്കാൻ അവൻ മെനക്കെട്ട് നടന്ന സമയത്തെയാണ് പൗലോസ് പറയുന്നത് ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് വിലപിക്കുന്നത്. ഇന്ന് അങ്ങനെയല്ല. 8-ാമത്തെ അധ്യായം വായിക്കണം. 7-ാമത്തെ റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, ഞാൻ സമയമില്ല വായിക്കുന്നില്ല. 8-ാമത്തെ അധ്യായം തുടങ്ങുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട്? ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് വിടുതൽ നൽകിയിരിക്കുന്നു. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, എന്നിൽ വസിക്കുന്ന ജീവൻ്റെ ആത്മാവ് പാപത്തിൽ നിന്ന് വേറിട്ട ഒരു ജീവിതം ജീവിക്കുവാൻ എനിക്ക് ശക്തി തന്നിരിക്കുന്നു. തരുമെന്നല്ല, തന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ന്യായപ്രമാണത്തെ മാറ്റുവാനല്ല വന്നത്, നിവർത്തിപ്പാനാണ്. ആ ന്യായപ്രമാണം മോശയ്ക്ക് കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലെന്തായിരുന്നോ അത് എനിക്ക് വിവരിച്ചു തരികയാണ്. എന്നിട്ട് വചനത്തിൽ തന്നെ പറയുന്നു, അതനുസരിക്കാനുള്ള ശക്തി സ്വാഭാവികമായി നിങ്ങൾക്കില്ല, എന്നാൽ ഞാനിപ്പോൾ നിയമം നിങ്ങളുടെ ഉള്ളിലാക്കി. നേരത്തെ നിങ്ങളിതൊക്കെ അനുസരിക്കാൻ നോക്കി, ന്യായശാസ്ത്രിമാരെല്ലാം അനുസരിക്കാൻ നോക്കി, പരീശന്മാരനുസരിക്കാൻ നോക്കി. ഏറ്റവും മെച്ചപ്പെട്ട പരീശന്മാരിൽ ഒരാളായിരുന്നു പൗലോസ്. പൗലോസിന് പോലും അത് കഴിഞ്ഞില്ല. എന്നാൽ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ യേശു എൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇന്ന് നിയമം അനുസരിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ആ അക്ഷരത്തിൻ്റെ പഴക്കത്തിലേക്കല്ല, ആത്മാവിൻ്റെ പുതുക്കത്തിൽ. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ശാസ്ത്രിമാരെ പോലെ ആകരുത്. അവർ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, അവർ പറഞ്ഞത് ന്യായപ്രമാണമാണ്. കർത്താവ് അതിനെ ഒന്നിനെ നിഷേധിക്കുന്നില്ല. കൊല ചെയ്യരുതെന്ന് പിതാക്കന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനി കുഴപ്പമില്ല, ഇന്ന് തൊട്ട് കൊല ചെയ്യാമെന്നല്ല, ഒരു പാപവും ചെയ്യാമെന്നല്ല. അങ്ങനെയാ ഈ ഗ്രേസ് തിയോളജിക്കാരനെല്ലാം പഠിപ്പിക്കുന്നത്. ഇനി പാപം ചെയ്താൽ കുഴപ്പമില്ല, ന്യായപ്രമാണമൊക്കെ പോയി. അങ്ങനെയല്ല. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല കർത്താവ് വന്നത്, നിവർത്തിപ്പാനാണ്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. ചില ഭാഗങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് വായിച്ചു നോക്കാം. 7-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി.
ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, പഴയ നിയമം പോയത് വലിയ കാര്യമായി. പോയിട്ടില്ല, ഞാൻ പറഞ്ഞത്. അന്ന് എന്തോ കൽപ്പനയായിരുന്നു, വല്ലവനും അനുസരിക്കാൻ പറ്റുമോ? ഇപ്പം നമുക്ക് കൃപയല്ലേ ബ്രദറെ, അതുകൊണ്ടൊന്നും അനുസരിക്കേണ്ടെന്ന്. അങ്ങനല്ല. പുതിയ നിയമത്തിലെ കൽപ്പന, യേശു കർത്താവ് പറഞ്ഞ കൽപ്പന പഴയ നിയമത്തിൽ പറഞ്ഞതിൻ്റെ പല മടങ്ങാണ്. മാനുഷികമായി നോക്കിയാൽ നമുക്ക് ഒരു കാരണവശാലും അനുസരിക്കാൻ വയ്യാത്ത രീതിയിലുള്ള നിയമങ്ങളാണ് കർത്താവ് പറയുന്നത്. വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ആ വ്യഭിചാര പ്രവൃത്തി നടന്നില്ലെങ്കിൽ അവൻ വ്യഭിചാരിയാണെന്ന് പറയത്തില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു. ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു. ഈ ഹൃദയം കൊണ്ട് ചെയ്യുന്നതൊന്നും പഴയ നിയമത്തിൽ പാപമല്ലായിരുന്നു, ഹൃദയം കൊണ്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഹൃദയം കൊണ്ട് ചെയ്യുന്നതാ ഒന്നാമത് പാപമായിട്ട് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് എഴുതി ചെയ്തിട്ടുണ്ടോ? ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതു അല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഡിവോഴ്സൊക്കെ വർദ്ധിച്ചു വരുന്നതായ ഈ കാലയളവിൽ അതൊരു തെറ്റായിട്ട് പോലും ആളുകൾ ചിന്തിക്കുന്നില്ല. എന്നും ഞാനിപ്പം സഹിച്ചുകൊണ്ട് നടക്കണോ, എന്തോ കാര്യത്തിനാ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ. വേദപുസ്തകം ഡിവോഴ്സ്, കർത്താവ് മലാക്കിയുള്ള പ്രവചനത്തിൽ പറയുന്നത് ഐ ഹെയ്റ്റ് ഡിവോഴ്സ്, ഞാൻ ഉപേക്ഷണം ഞാൻ വെറുക്കുന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ ആ ഒരു സാധനമില്ല പ്രിയമുള്ളവരെ. നമ്മളതിന് എന്തെല്ലാം റീസൺസ് പറഞ്ഞാലും ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുത്തൊന്നുമില്ല. പുതിയതിനെ നോക്കിക്കൊണ്ട് നടക്കുന്ന അങ്ങനത്തെ ഒരു ലോകത്തിൽ കർത്താവ് പറയാണ്, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. വളരെ കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾ അവരെ പോലെ ആകരുത്, കള്ളസത്യം ചെയ്യരുത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ല. പിന്നെ നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം നമ്മൾ. വളഞ്ഞ രീതിയിലൊന്നും വേദപുസ്തക പ്രകാരം പുതിയ നിയമത്തിൽ കർത്താവ് സമ്മതിക്കുന്നില്ല. ഉള്ളിലൊന്ന് വെച്ച് മറ്റൊന്ന് പറയാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. അതിന് നമ്മൾ പറയുന്നത് ഡിപ്ലോമസി എന്നാണ്. അവനെ ആരെയും പിണക്കത്തില്ലെന്ന്. അവൻ ആരെയും പിണക്കത്തില്ല. ഹീ ഈസ് എ ഡിപ്ലോമാറ്റ്. ഈസ് വെരി ഡിപ്ലോമാറ്റിക്. ഡിപ്ലോമാറ്റിക് ആകുന്നത് ഏതാണ്ട് വലിയ കാര്യമായിട്ടാണ് ലോകം പറയുന്നത്. പക്ഷേ ശരിക്കും ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ കള്ളത്തരം ഒന്നാണ്. കാര്യം കള്ളത്തരം പറഞ്ഞാലേ ഡിപ്ലോമാറ്റിക് ആകാൻ പറ്റുള്ളൂ. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ. ഹൂ ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്നുള്ളതിന് ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്. നമ്മൾ പറയുന്നത് പോലെ ചെയ്യുന്നവനാണ് ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി. അവൻ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളാണ്. അവൻ പറഞ്ഞാൽ അവനത് ചെയ്യും. എന്നാൽ കുറച്ചുകൂടെ ആഴത്തിലാണ് എൻ്റെ നോട്ടത്തിന് ആത്മീയ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. എന്താണെന്നറിയാമോ? പറയുന്നത് ചെയ്യണം എന്ന് തന്നെയല്ല, ചിന്തിക്കുന്നത് പറയുകയും വേണം. ചിന്തിക്കുന്നത് പറയുകയും പറയുന്നത് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻറ്റഗ്രിറ്റി ഉള്ള ആളാകുന്നത്. വി നീഡ് ടു ബി പീപ്പിൾ ഓഫ് ഇൻറ്റഗ്രിറ്റി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ ന്യായശാസ്ത്രിമാരെ പോലെ ആകരുത്. ന്യായശാസ്ത്രിമാരെ പോലെ നിങ്ങൾ ആകരുത്. അതുപോലെ പരീശന്മാരെ പോലെയും നിങ്ങൾ ആകരുത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കടക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രധാനമായും പരീശന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. പരീശന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. പരീശന്മാരുടെ പ്രത്യേകതയാണ്. അവർ നീതിയൊക്കെ ചെയ്യും, പക്ഷേ അത് മനുഷ്യർ കാണേണ്ടതിനാണ് ചെയ്യുന്നത്. അല്ലാഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അല്ലാഞ്ഞാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മനുഷ്യർ കാണേണ്ടതിന് എന്തെങ്കിലും ചെയ്യുന്നവന് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതിഫലമില്ല. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ
പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നതിൽ അവരുടെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിൻ്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്കൈ ചെയ്യുന്നത് എന്തെന്ന് ഇളങ്കൈ അറിയരുത്. അങ്ങനെയാണെങ്കിൽ രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നോക്ക്, അവരെ പോലെ ആകരുത്, ന്യായശാസ്ത്രിമാരെ പോലെ ആകരുത്, പരീശന്മാരെ പോലെ ആകരുത്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അവർ പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ പറയുന്നു. അവർ പ്രാർത്ഥിക്കുന്നവരാ. എവറി 3rd hour ദേ പ്രേ. എല്ലാ 3 മണിക്കൂർ കൂടുമ്പോഴും പ്രാർത്ഥിക്കും. രാവിലെ 9 മണിക്ക് പ്രാർത്ഥനയുണ്ട്, ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രാർത്ഥനയുണ്ട്. അവർ പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയെങ്കിലും തെരുക്കോണിൽ നിൽക്കാൻ അവർ ഇഷ്ടപ്പെടുന്നത്. കാര്യം ഞാനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് ആൾക്കാരറിയണം. ഈ യഹൂദന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ച ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങ് കണ്ടുപോകും. യു സീ ദ ഡിഫറൻസ്. കണ്ടുപോകും. അതായത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പം എവിടെയെങ്കിലും നിന്ന് അറിയാതൊക്കെ പ്രാർത്ഥിക്കും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവിടെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ റൈറ്റ് ലെഗ്, വലത്തെ കാല് മുന്നോട്ട് വെച്ചിട്ട് ഇടത്തെ കാല് പുറകോട്ട് വെച്ച് കൈകളെ ഉയർത്തിയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. കൈകളെ ഉയർത്തി. അപ്പോൾ അതുകൊണ്ട് ഇവൻ പ്രാർത്ഥിക്കുകയാണെന്നുള്ളത് നാട്ടുകാർക്കെല്ലാം അറിയാം. നമുക്കും അറിയാമല്ലോ. നമ്മുടെ ചുറ്റുമുള്ള ഇസ്ലാമിക ആൾക്കാരൊക്കെ അവരൊക്കെ അവരുടെ പ്രാർത്ഥനാ സമയത്ത്, നിസ്കാര സമയത്ത് വഴിയിലാണെങ്കിൽ പോലും ചിലപ്പം അവർ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ നമുക്കറിയാം. നമ്മളവരെ കുറ്റമൊന്നും പറയത്തില്ല. അയ്യോ അവൻ്റെ എന്തൊരു ഭക്തനാണെന്നേ പറയത്തുള്ളൂ. ഇതുപോലെ പരീശന്മാർ അവരുടെ ടൈം തെറ്റിക്കത്തില്ല. ഇപ്പം ഉച്ചയ്ക്ക് 3 മണിക്ക് അവൻ പ്രാർത്ഥിക്കാനായിട്ട് നിൽക്കുന്ന സമയം അവൻ എങ്ങനെയെങ്കിലും തെരുക്കോണിലാകാൻ അവൻ ആഗ്രഹിക്കും. വീട്ടിൽ വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. അത് രണ്ടും ചെയ്യത്തില്ല. തെരുക്കോണിൽ നിന്നുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കും, കൈയൊക്കെ അങ്ങോട്ട് നീർത്തി. അപ്പോൾ ആൾക്കാർ പറയും, ഓ എന്തൊരു ഭക്തൻ. അത് കേൾക്കാനാ. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഏത് വായിച്ചപ്പോൾ ആലോചിച്ചു, ഞാൻ ജനിച്ച വീട്ടിലൊരു അറയൊക്കെ ഉണ്ടായിരുന്നു. പഴയ അറയും നിരയൊക്കെ ഉള്ള വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ ഇപ്പം പ്രാർത്ഥിക്കേണ്ടപ്പോഴെല്ലാം നേരെ അറയുടെ അകത്തോട്ട് കയറി പോകാൻ പറ്റുമോ എന്നിങ്ങനെ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? അങ്ങനെ ആ അറയുടെ കാര്യമല്ല ഈ പറയുന്നത്. അതായത് യുവർ ഇന്നർ റൂം, നിൻ്റെ അകത്തെ മുറിയിൽ കടന്നാൽ എന്താണ് പ്രത്യേകത? ഞാനിപ്പോൾ ഒരു ബനിയൻ ഇട്ടുകൊണ്ട് എൻ്റെ അകത്തെ മുറിയിൽ നിൽക്കുകയാണെങ്കിലും എനിക്ക് പ്രയാസമൊന്നുമില്ല. കാര്യം ആരും കാണുന്നില്ല. എന്നാൽ ആരെങ്കിലും ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബനിയൻ ഇട്ടുകൊണ്ട് പുറത്ത് പോകാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെ കിടക്കുന്ന ഒരു ഷർട്ട് പെട്ടെന്നിട്ട് പുറത്ത് പോയി കഥ തുറക്കും. അപ്പോൾ ഞാൻ ഈ ഷർട്ടിട്ടത് ആർക്ക് വേണ്ടിയാണ്? ഞാൻ ഈ ഷർട്ടിട്ടത് എനിക്ക് വേണ്ടിയല്ല. ഈ ഷർട്ടിട്ടത് എന്നെ കാണാൻ വന്ന ആൾക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നതുപോലെ കർത്താവ് പറയാണ്, നിൻ്റെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഒന്നും ഉണ്ടാകരുത്. അതിനകത്ത് വാക്കുകൾ പോലും ആണെങ്കിലും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ തെറ്റൊന്നുമല്ല, ചിലപ്പോൾ വേദപുസ്തകത്തിലെ വാക്യം പറഞ്ഞൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അത് മറ്റുള്ളവർ കേൾക്കാനുള്ള ആഗ്രഹത്തിലാണെങ്കിൽ, ഉന്നതനെ ഉയർന്നിരിക്കുന്നവന് ശാശ്വതവാസിയും താൻ തൻ്റെ മകൻ എന്ന് വെളിപ്പെടുത്തുന്ന ഞങ്ങളുടെ കർത്താവേ എന്നൊക്കെ പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ അത് വേദപുസ്തകത്തിലെ വാക്യം, അത് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നവനൊന്ന് അറിയട്ടെ എന്ന് ചിന്തിച്ച് പറഞ്ഞാൽ നിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി. ഇനി അത് 100 പേരുള്ള ഒരു സ്ഥലത്താണെങ്കിലും അറയിൽ കടന്ന് വാതിലടച്ചാൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നതുപോലെ നീ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിളങ്ങേണ്ടതിന് നീ ഒന്നും ചെയ്യാൻ പാടില്ല. യു ജസ്റ്റ് സ്പീക്ക് ടു യുവർ ഫാദർ ഗോഡ്. നിൻ്റെ പിതാവിനോട്, സ്വർഗസ്ഥനായ പിതാവിനോട് നീ പ്രാർത്ഥിക്കുക. അത് പരസ്യ പ്രാർത്ഥന പോലും അറയിൽ കടന്ന് പ്രാർത്ഥിക്കുന്നതിന് തുല്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. രഹസ്യ പ്രാർത്ഥന മാത്രമല്ല, രഹസ്യ പ്രാർത്ഥന വേണം, പക്ഷെ പരസ്യ പ്രാർത്ഥന പോലും എൻ്റെ അടുത്തിരിക്കുന്നവനെ കേൾപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിക്കരുത്. അവിടെ ഞാനും എൻ്റെ കർത്താവും. അതാണ്
അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതായ പ്രാർത്ഥനയിൽ പോലും നിങ്ങൾ പരീശന്മാരെ പോലെ ആകരുത് എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണ് 7-ാമത്തെ വാക്യത്തിൽ, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. വിജാതീയരുടെ ഒരു പ്രശ്നമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലക്ഷാർച്ചന, 1,000 പ്രാവശ്യം ദേവീസ്തോത്രം പറഞ്ഞാൽ അവർക്ക് സാധിക്കാനുള്ള കാര്യം സാധിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. കൂടുതൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഉത്തരം കിട്ടുമെന്നോ, കൂടുതൽ പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നുള്ള ചിന്ത വിജാതീയരുടെ ചിന്തയാണ്. വിജാതീയരുടെ ചിന്ത. അവർ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഞാനൊരിക്കൽ ടിബറ്റിനോട് അടുത്തുള്ളൊരു സ്ഥലത്ത് ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ ഇങ്ങനെ പോയപ്പം അവിടെ ഈ തുണി ഉണക്കാനിട്ടിരിക്കുന്നത് പോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള തുണികളെല്ലാം ഉണക്കാനിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് ചോദിച്ചു, ഇതെന്താ ഇവിടെ ആകെപ്പാടെ ഇത്ര ആൾക്കാരേ ഉള്ളല്ലോ, മൊണാസ്ട്രി അല്ലേ, കുറച്ച് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്, ബുദ്ധമതക്കാരാണ്, ഇതെന്താ ഈ തുണിയെല്ലാം ഉണക്കാനിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സജു കണ്ടില്ലേ അതെല്ലാം പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതാ, ഇതെന്തോ ഇത് എന്നോട്. അതെല്ലാം പ്രാർത്ഥന പ്രിൻ്റ് ചെയ്തിരിക്കുക. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ? അതായത് ഇവർ വിശ്വസിക്കുന്നത് ഇത് ഉണക്കാനിടുമ്പോൾ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമല്ലോ, അങ്ങനെ ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും പ്രാർത്ഥന ദൈവത്തിൻ്റെ അടുത്ത് ഓരോ പ്രാവശ്യം ചെല്ലുമെന്നാണ്. അപ്പോൾ അവരില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കാറ്റടിച്ചുകൊണ്ടിരുന്നാൽ മതി, സ്വർഗത്തിൽ അങ്ങ് പ്രതിഫലം കിട്ടുമെന്നാണ്. പ്രിയമുള്ളവരെ, വിജാതീയരെ പോലെ നിങ്ങൾ ആകരുത്. നിങ്ങൾ അവരോട്, 8-ാമത്തെ വാക്യത്തിൽ, അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. പിന്നീടാണ് പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. നിങ്ങൾ വിജാതീയരെ പോലെ പ്രാർത്ഥിക്കരുത്, പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ബന്ധത്തിലേക്ക് പ്രവേശിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ബന്ധമാണ് പ്രധാനം. ബന്ധം. നമ്മൾ യെരമ്യാവിൻ്റെ പ്രവചനത്തിലെ എബ്രായലേഖനത്തിലും വായിച്ചപ്പോൾ കണ്ടല്ലോ, ഞാൻ അവർക്ക് പിതാവും അവർ എനിക്ക് ജനവുമാകും. അതാണ് ആവശ്യം. റിലേഷൻ ഉണ്ടാകണം. റിലേഷൻ ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. റിലേഷൻ ഇല്ലാതെ ന്യായപ്രമാണം അനുസരിച്ചിട്ട് പോലും കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കണം. പിന്നെ നമ്മൾ 7-ാം അധ്യായത്തിലേക്ക് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അതിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ, അത് എ കൈൻഡ് ഓഫ് വർഷിപ്പാണ്. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. ആരാധനക്കാരൻ, നമ്മുടെ ഭാഷയിൽ പറയുന്ന ആരാധന വേറെയാണ്, നമ്മുടെ ഭാഷയിൽ പറയുന്ന അവൻ ഭയങ്കര ആരാധനയാണ് എന്നൊക്കെ പറയുമല്ലോ. ആരാധനക്കാരനല്ല സ്വർഗത്തിൽ പോകുന്നത്, അനുസരിക്കുന്നവനാണ് സ്വർഗത്തിൽ പോകുന്നത്. അതുകൊണ്ട് അനുസരണമില്ലാത്ത ആരാധന നമ്മൾ അനുകരിക്കരുത്. നമ്മൾ അവരെ പോലെ ആകരുത്. അനുസരണമില്ലാത്ത ആരാധന ഒരിക്കലും നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മുന്നോട്ട് പോകാം. അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, കേൾക്കുക മാത്രമല്ല ചെയ്യുന്നവൻ, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. ആകയാൽ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ വഞ്ചിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയിരിപ്പീൻ. പ്രിയമുള്ളവരെ, ചില ആളുകൾ ഇങ്ങനെ അനുഭൂതികളുടെ പിന്നാലെ പോകുന്നു. ചില ആളുകൾക്ക് വേറൊരു പ്രശ്നമുണ്ട്. അവർ എവിടെ വചനമുണ്ടെന്ന് പറഞ്ഞാലും പോയി കേൾക്കും, കേൾക്കത്തേ ഉള്ളൂ, അനുസരിക്കത്തില്ല. അങ്ങനെയുമല്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും, ദാറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ചെയ്യുന്നവൻ, അനുസരിക്കുന്നവനായിരിക്കണം. നമ്മൾ ലോകത്തോട് വേർപെടണം. അപ്പം ന്യായശാസ്ത്രിമാരോട് വേർപെടണം, പരീശന്മാരോട് വേർപെടണം, ജാതികളോട് വേർപെടണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ കേട്ടു എന്ന് തന്നെയല്ല,
നമ്മൾ ലോകത്തോട് വേർപെടണം. കർത്താവ് ആദ്യം റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനത് ആദ്യം അങ്ങെടുത്തെന്നുള്ളതേ ഉള്ളൂ. റിലീജിയസ് ആയിട്ട് നമ്മളെപ്പോലെയൊക്കെ ഉള്ള അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളിൽ നിൽക്കുന്നവരായ ആളുകൾ പിന്തുടരുന്ന ഒരു രീതിയാകരുത്. ആത്മാവിൽ ആത്മാവിൽ ദൈവത്തെ അറിയുന്ന നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ ഈ മതാനുസാരികളെ പോലെ ആകരുത്. പ്രത്യുത ആത്മാവിൽ ദൈവത്തെ അറിയുന്നവരായിരിക്കണം, ബന്ധമുള്ളവരായിരിക്കണം എന്ന് നമ്മൾ കണ്ടു.